എല്ലാ മച്ചന്മാർക്കും ബ്രോസ്റ്റേ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. മച്ചന്മാരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യുമ്പോൾ വാഴ എന്ന് പറയുന്ന ഒരു മൂവിൻ്റെ ട്രെയിലറാണ്. ആക്ച്വലി എനിക്ക് സിനിമയെ പറ്റി ഒരറിവുമില്ല, ഞാൻ ജസ്റ്റ് യൂട്യൂബ് തുറന്നപ്പോൾ കണ്ടതാണ്. സോ എന്നാലും നമുക്ക് ഫസ്റ്റ്ലി അതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. എനിക്ക് സിനിമയെ പറ്റി ഇതിലെ നായകന്മാരോ നായികയോ എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് യൂട്യൂബ് തുറന്നപ്പോൾ കണ്ടതാണ്. സോ എന്തായാലും ഫസ്റ്റ് റിവ്യൂ. ഇത് ഇറങ്ങിയിട്ട് 2 മിനിറ്റേ ഉള്ളൂ. ഞാനൊരു മിക്കവാറും ഫസ്റ്റ് ആയിട്ട് ചെയ്യണത്. കേട്ടില്ല സോറി ഞാൻ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. വാഴത്തൈ ഫുള്ള് പുതുമുഖങ്ങളാണ് കേട്ടോ. ഞങ്ങൾ രക്ഷകർത്താക്കൾ ഇവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനല്ലാതെ ഇന്നേ പോയിട്ടില്ല. എടാ ഇത് മറ്റേ അല്ലേ, സോറി ഈ പുള്ളിയാ. പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ കളിച്ചടന്നാലേ ഇങ്ങനൊക്കെ സംഭവിക്കും. ഇനി മുതൽ നമ്മളെ പെണ്ണുമില്ല തല്ലുമില്ല. നല്ല തൊരിഞ്ഞ പേര്. നീ അവരെ പോലെ അല്ല. ഇത് ക്ലിക്കാവും കേട്ടത്, മിക്കവാറും ഇത് ക്ലിക്കാവും. നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഓ ഹാഷിർ, ഈ പുള്ളിയുടെ പേര് ഞാൻ മറന്നു. ബിജിഎം കൊള്ളാം കേട്ടാ. ഓ ജെ ക്രിയേറ്റേഴ്സാ. എല്ലാവരും അവരുടെ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട. നിങ്ങളുടെ മക്കളുടെ തലവെട്ട് എന്ന് കണ്ടോ, അന്ന് തീർന്നു. പറയാനുള്ള കാര്യങ്ങൾ അപ്പപ്പ പറഞ്ഞേക്കണം. എത്ര ആൾക്കാർ മാനം കെടുത്തിയാലേ ഉമ്മാരൊക്കെ നന്നാവുള്ളൂ. നീയേ നശിച്ചു, മറ്റു പിള്ളേരുടെ ജീവിതവും കൂടെ നീ നശിപ്പിച്ചല്ലോടാ. ആക്സിഡന്റ് എന്തോ ആണോ, ഫൈറ്റോ അടിയോ അങ്ങനെ എന്തോ ആയെന്ന്. നമ്മൾ കൊടുത്തല്ലേ തിരിച്ചു കിട്ടും. ബയോപിക്കോ അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ. ഇവിടെ വിലയില്ലെന്ന് പറയുന്ന പല കാര്യത്തിനും വിലയുണ്ട്. സത്യം വിലയില്ലെന്ന് പറഞ്ഞാൽ പല കാര്യത്തിനും വിലയുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ വയനാട് നടന്ന മറ്റേ ഓഫ് റൈഡ് മോഡിഫിക്കേഷനും വണ്ടിയും കാര്യങ്ങളൊക്കെ. ഒരു വിലയില്ലായിരുന്നു, ഫൈനായിരുന്നു, അത് ഇത് ഒരുമാതിരി അവരെന്ത് ചെയ്താലും ഫൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ആ ഒരു ഡിസാസ്റ്ററൊക്കെ കടന്നപ്പോൾ അവരെ ഉണ്ടായിരുന്നുള്ളല്ലോ എല്ലാ കാര്യത്തിനും. അല്ലെങ്കിൽ ഇപ്പം എന്തായാലും വണ്ടി സാധാരണ വണ്ടിക്ക് പോകാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ വണ്ടികൾക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഇതിനുള്ളിലൂടെ ആയാലും പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. വിലയില്ലാ സാധനത്തിന് നമുക്ക് അത് ആവശ്യം വരുമ്പോൾ മാത്രമേ അവർക്കൊക്കെ വില നൽകുള്ളൂ. സോ എന്തായാലും ട്രെയിലർ വാസ് നൈസ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇത് ഫുള്ള് പുതുമുഖങ്ങളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇറ്റ്സ് വെരി എൻ്റർടൈനിങ്. അവർ ആ പുതുമുഖങ്ങളാണെങ്കിൽ പോലും അവർ നമുക്കങ്ങനെ തോന്നിക്കണില്ല. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു അവരെയൊക്കെ ആക്ടിങ് തന്നെ അറിയാമല്ലോ. മറ്റേ ആ ഒരു മുടി ഇങ്ങനെ വളർത്തിയ പുള്ളിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടെ, സിജോസൺ എന്തോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നി, എനിക്ക് ഞാൻ മറന്നുപോയി പുള്ളിയുടെ പേര്. ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് ആകെ ഉള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കുറച്ച് ജോക്സ് ആയിരുന്നു. അത് പക്ഷേ അത് ക്രിഞ്ചാണ്, പക്ഷേ അതിലുള്ളതിൽ എനിക്ക് ഇച്ചിരി ഞാൻ ഫണ്ണായിട്ട് ചിരിച്ചത് പുള്ളിയാണ്. സോ എന്തായാലും ട്രെയിലർ വാസ് നൈസ്, ബെറ്റർ. ഒരു പുതുമുഖ സിനിമയാണെന്ന് എന്തായാലും പറയത്തില്ല. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ട്രെയിലറിൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വീഡിയോ ഒന്ന് പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.